അതെ ഗൈസ്, ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. അത് കാരണം ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും, അതുപോലെ എക്സൈറ്റഡുമാണ്. എക്സൈറ്റഡ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻ്റെ കല്യാണം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഏറെക്കുറെ ഒരു 5 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു പരിപാടിയും കൂടി ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബസ്സായിരുന്നു കേട്ടോ. അപ്പം 2100 രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റും എല്ലാം നല്ലതായിരുന്നു. അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്ത സർവീസും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ബാക്കി നാട്ടിലെ വിശേഷങ്ങളും എല്ലാം പയ്യെ പുറകെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാത്രമല്ല റെസിപ്പീസും ഇടയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ഞങ്ങളൊരു 7 മണിയോടടുത്ത് ഞങ്ങൾ നാട്ടിലെത്തിയായിരുന്നു. അപ്പം അച്ചാച്ച ഇവിടെ വണ്ടിയായിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ടും ദ്വിതിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്കും ഭയങ്കര ഇനിയിപ്പോൾ ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിക്കാനായിട്ട് ആൾക്കാരുള്ളതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ട് കേട്ടോ. കാര്യം 6 മാസം ആയുള്ളെങ്കിലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെയാണല്ലേ. നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ സ്ഥലം, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി വന്ന്. ആ ഒരു മൊമെൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു 3 ആഴ്ചയോളം നമ്മൾ നാട്ടിൽ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാ തിരക്കുകൾക്കൊടുവിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഫീല് മറ്റൊന്ന് തന്നെയാണ്. അമ്മച്ചിയാണേലും അവളെ കാണാനായിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം കണ്ടുകൊണ്ട് ബ്രൗണിയും ഭയങ്കര ഹാപ്പിയാണ്. കണ്ട് ആളുടെ ചാട്ടോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. കുറേ നാൾക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെയായിരിക്കും ദ്യുതി ആരുമായിട്ട് അത്ര അങ്ങോട്ട് അടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് സമയത്തേക്കുള്ളായിരുന്നു കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ കുളി മസ്റ്റാണ്. കാരണം ബാംഗ്ലൂരത്തെ വെള്ളത്തെ അപേക്ഷിച്ച് ഇവിടെ വന്ന് കുളിക്കുമ്പോൾ ഒരു സ്വർഗ്ഗമാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും വേറെയും റെസിപ്പികളല്ലാത്ത വീഡിയോസും റെസിപ്പിയും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. ബൈ.